ഓക്കെ. അല്ല, തനുജ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവില് മാറി നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യാൻ ഉള്ള ലൈഫ്. ഹായ് ഗായ്സ്, ഇന്ന് കുറച്ച് സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ ഫേസ്, അതായത് അതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം ഞാൻ മാസ്ക് വെച്ചായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2 ദിവസത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചൊരു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സും അല്ലാതെ എന്നെ അറിഞ്ഞൂടാത്തവരും പിന്നെ യൂട്യൂബറായ 2-3 പേര് കമൻ്റൊക്കെ ചെയ്തിരുന്നു. ഹലോ ഗൈസ്, അതുൽ തനുജ വിഷയം. ഓക്കെ, ഈ ഇടയ്ക്കുള്ള ഒരു ലൈവ് വന്നിട്ട് തനുജ ഒരുപാട് കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. ഓക്കെ, അത് ഈ സുബിമോൾ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിൽ ഈ അതുൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയുണ്ടായത്, അതാണ് പ്രശ്നത്തിന് മെയിൻ കാരണമൊക്കെ. ഓക്കെ, ആ ഒരു ഇതിന് ശേഷം തനുജയുടെ ലൈവിൽ വന്നിട്ട് ഒരു സ്ത്രീ അതുലിനെ കുറിച്ച് അവൻ മരിച്ചു പോകണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ ഒരു സംഭവത്തിൽ അന്ന് ഞാൻ അതുലിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്ത സമയത്ത് ഞാൻ അതുലിനോട് ചോദിക്കുകയും ചെയ്തു, ഇത് ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ അതുൽ പറഞ്ഞു വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു വിഷയത്തിൽ ഞാൻ ഇന്നും അദ്ദേഹത്തിനോട് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചേട്ടാ, ഇന്ന പോലെ കുറച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന് ഇടുക എന്നും പറഞ്ഞപ്പോഴത്തേക്ക് അതിനോട് പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്, ആ ഒരു ചാപ്റ്റർ എന്നോട് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഞാൻ ഇടുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള രീതി പറഞ്ഞു. ഞാൻ എന്തായാലും ആ വോയിസും കാര്യങ്ങളും അന്ന് ഞങ്ങൾ സംസാരിച്ച അവൻ തനുജയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ അതിലെ? ഹലോ. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. ഹലോ. അല്ല, തനുജ റിലേറ്റഡ് ആയിട്ടുള്ള കേൾക്കാമോ? ഓക്കെ. അല്ല, തനുജ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവില് അല്ല, നീ അത് കണ്ടായിരുന്നു? അത് തന്നെ കണ്ട അത് അവരാ കണ്ട. ഞാൻ ആദ്യ സംഭവം കണ്ടില്ല, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ എന്നെ 1-2 പേര് വിളിച്ചായിരുന്നു. അല്ല, ഞാനത് കണ്ടു. ഞാനത് ആ ലേഡി ആരാന്ന് വല്ലതും അറിയൂ? എനിക്കറിയില്ല, അവരെന്തുവാണ് വിളിച്ചു പറയുന്നത്. എന്റെ സത്യം എനിക്ക് വിഷമം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, എനിക്കത് ഒരുമാതിരി തോന്നിയില്ല. എന്ത് പറയാ, എനിക്ക് നല്ല വിഷമം തോന്നി കണ്ടത്. ഒരുമാതിരി നിനക്കറിയാമല്ലോ എനിക്ക് ആക്സിഡന്റ് ആയതും കാര്യങ്ങളൊക്കെ, അതിപ്പോ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഫോക്കസ് ചെയ്തിട്ട് ഒരുമാതിരി വന്നത് എനിക്ക് നല്ല വിഷമമായി. അതെ, ഞാൻ അതിനകത്ത് ഒരു കമന്റ് എങ്ങാണ്ട് ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു, ഇങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിലാണ് കണ്ട. ആ സമയത്ത് എന്താ പറയണ്ട, എല്ലാവരും പറഞ്ഞ് ആ ലേഡിക്ക് ഞാൻ ഇങ്ങനെ 1-2 വാക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ ആ ലൈവ് കട്ട് ചെയ്തു. ഞാൻ പിന്നെ നോക്കാൻ നിന്നില്ല. ഞാൻ അതിലൊരു കമന്റ് ഒരു കമന്റ് അങ്ങാണ്ട് പോസിറ്റീവ് വന്നു. ബാക്കി എല്ലാ ആൾക്കാരും ഇവർക്ക് ഏറ്റുപിടിക്കുന്നു. ഞാനത് ആലോചിച്ചു പോയത്. കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരാളുടെ മരണം കാണാൻ വേണ്ടി ഇത്ര ആൾക്കാരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് ഞാൻ ആലോചിക്കുക. എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല, നീ വീട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അല്ല, ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അതായിരുന്നു ഇപ്പൊ ഞാൻ എന്തോ എന്റെ അടുത്ത് 1-2 പേര് വിളിച്ച സമയത്തും അതിൽ ഒരു ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നീ ഇതിനെതിരെ ശക്തമായിട്ട് വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു എന്തിന്, എനിക്ക് വയ്യ. ഞാനിപ്പോ എന്ത് ചെയ്യുക, അവരെന്തെങ്കിലും ഞാൻ പറഞ്ഞ ആ സുതിമോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റിൽ ഞാൻ എന്റെ അഭിപ്രായം മാന്യമായിട്ട് രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞത് അവർക്ക് യോജിപ്പില്ലെങ്കിൽ അവർക്ക് മാന്യമായിട്ട് സംസാരിക്കാം, അല്ലേ? മനസ്സിലായി. അതല്ല എന്റെ ശരി. പകരം ഏതോ ഒരു ലേഡി, അതും ഏതെന്ന് പോലും എനിക്ക് അറിയത്തില്ല, ഏതിനെയൊക്കെ വിളിച്ചുകൊണ്ട് ലൈവിൽ കൊണ്ട് കയറ്റിയിട്ട് അത് പറഞ്ഞ വാക്ക്, ഇപ്പം എന്നെ ചീത്ത വിളിച്ചെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാൻ കേട്ടോണ്ടിരിക്കും. നിനക്ക് അറിയായിരിക്കും, ഞാൻ നിന്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം, ആക്സിഡന്റ് ആയതിന്റെ കേസ് നിനക്ക് അറിയാം നന്നായിട്ട്. ഞാൻ ഒരു എന്ത് പറയാ, ഒരു 4 വർഷം മുന്നേ നടന്ന ഞാനും ഈ ആക്സിഡന്റ് ആയതിനു ശേഷം എന്റെ ജീവിതം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത്രയും ഒരു ഇതിന്ന് ഞാന് അത് മറന്ന് മുന്നോട്ട് വരാൻ നോക്കുന്ന ഒരു കേസാണ്. അതിനെടുത്ത് വലിച്ചിട്ടപ്പോ എനിക്ക് നന്നായിട്ട് പൊള്ളി കേട്ടാ, നന്നായിട്ട് പൊള്ളി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചീത്ത വിളിച്ചാൽ എനിക്ക് വിഷമം വരില്ലായിരുന്നു. പക്ഷെ ഇത് എടുത്ത് ടാർഗറ്റ് ചെയ്തപ്പോ എനിക്ക് എന്തോ പോലെ നന്നായിട്ട് ഫീലായി. കുഴപ്പമില്ല, ഞാനത് കുഴപ്പമില്ല വിട്ടുവാ. അല്ലാതെ ഇപ്പൊ എന്തോ ചേച്ചി പറഞ്ഞതാ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല. എന്തിനാ ചേച്ചി സംഭവം, ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞു പോയത്. അതിനു മുന്നേ ഇവർ ആരെയൊക്കെ കൊണ്ടിരുത്തി ലൈവിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കാൻ തക്കിയ കാരണമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിനക്കൊരു കാര്യം അറിയാം, അവിടെ ഇവര് പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ മറ്റേ വിഷയമായിട്ട് വന്ന സമയത്ത് ഇവർക്ക് ഈ ചാനലിന്റെ
എയോ ബിയോ ഒന്നും തിരിച്ചറിയത്തില്ല. അന്ന് എന്നെ കോണ്ടാക്ട് ചെയ്ത് എന്നെ ഇങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്യുന്നില്ല. കോണ്ടാക്ട് ചെയ്തതിനു ശേഷമാണ് ഈ യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി കൊടുത്തത് ഞാൻ വഴി. എന്നിട്ട് ഇപ്പം ഇരുന്നിട്ട് എന്തൊക്കെ വലിയ സംഭവം പോലെ സംസാരിക്കുന്നു. ഓക്കെ, അതങ്ങനെ തന്നെ മനുഷ്യൻ. ഇപ്പൊ നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ലേ. അവരെന്നെ ചീത്ത വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പറഞ്ഞ വാക്ക് ഒട്ടും ശരിയല്ല. അതെനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഫീലായി. ഇതുവരെ ആർക്കും അങ്ങോട്ട് അറിയത്തുമില്ല. എനിക്കറിയത്തില്ല എന്തായാലും ഏതായാലും വിവരമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ആരായാലും സത്യം പറയാ, നീ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഇപ്പം എന്തു പറയാ, ഞാനൊക്കെ അന്ന് ചത്ത് ജീവിച്ച് വന്നതാണ്. എന്റെ അമ്മയും അപ്പനൊക്കെ പ്രാർത്ഥിച്ചും എല്ലാം, എന്റെ ബന്ധുക്കളടക്കം അവരൊക്കെ പ്രാർത്ഥിച്ച് ജീവൻ തിരിച്ചു വന്നവനാണ് ഞാൻ. ഞാൻ ഒരു നിമിഷം കൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ച് എന്റെ അമ്മയുടെ ഒരു അവസ്ഥയാണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരുമാതിരി ആയത്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് അവര് ഭയങ്കരമായിട്ട് പറയണു വീഡിയോ ചെയ്യ് നീ വീഡിയോ ചെയ്യ്. ഇതെന്തുവാ അവര് പറഞ്ഞു, ഇങ്ങനെയാണോ ഒരു വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഇത് തന്നെയാ പറഞ്ഞു, ചീത്ത വിളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇതെന്ത് വർത്തമാനം ഇത് പറഞ്ഞത്, ഏത് വിവരമില്ലാത്ത എന്നൊക്കെ എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി, ഞാൻ ജസ്റ്റ് ഈ സുതിമോളുടെ കണ്ടന്റ് മാത്രമേ കാണാറുള്ളൂ, ഇവരെയൊന്നും ഞാൻ വീഡിയോസ് കാണാറില്ല. പക്ഷെ സുതിമോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവരെന്ന് പറയുമ്പോൾ അതെനിക്ക് റോങ് ആയിട്ട് തോന്നി. ഞാൻ വളരെ മാന്യമായിട്ട് രീതിയിൽ ഞാൻ ഒരു മോശമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്ത് പോയത്. അതിൽ പോട്ട് അതില് ഞാനേ എന്നെ വേറെ രണ്ടുപേരെ വിളിച്ചിരുന്നതാ. ഞാൻ പിന്നെ കോളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നീ എന്നെ വിളിച്ചപ്പോ എടുത്ത്. ഞാൻ വേറെ ഉള്ള കാര്യം ചോദിക്കാനായിരിക്കും. നീ ഇത് തന്നെ ഞാൻ വേറെ ഒന്നും അല്ല. എനിക്കിതിനെ കുറിച്ച് ചോദിക്കണമെന്ന് തോന്നി ഞാൻ വിളിച്ചതാണ്. ഇത് എന്റെ കോൾ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവുന്നുണ്ട്. ഞാൻ ഇത് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? മീൻസ് അതൊരു വോയിസ് റെക്കോർഡായിട്ട് എടുത്തിട്ട് വോയിസ് റെക്കോർഡായിട്ട് വെക്കണ്ടേ? നീ വീഡിയോ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചെയ്തത്, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീ വോയിസ് റെക്കോർഡ് ഒന്നും വെക്കണ്ടേ, എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പൊ ഞാൻ സംസാരിച്ച എന്തിന് ചുമ്മാ, അതിന്റെ ആവശ്യമില്ല. വോയിസ് റെക്കോർഡൊന്നും കൊണ്ടുവയ്ക്കണ്ട, എനിക്ക് വയ്യ. പിന്നെ അടുത്ത് അവർക്കെതിരെ നമ്മള് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെന്നൊക്കെ പറയാം. അത് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊന്നും കൊണ്ടുവയ്ക്കേണ്ട കാര്യം വെറുതെ വേണ്ടേ. ഇത് തീരട്ടെ. ഞാൻ ഇനി ഇതിനെതിരെ വീഡിയോ ചെയ്യാനൊന്നും പോണില്ല. എനിക്ക് ഇനി വയ്യ ചുമ്മാ ഒരുമാതിരി. ഞാൻ ആലോചിക്കുന്നില്ലടാ, എന്റെ അമ്മയൊക്കെ ഇടയ്ക്കാണെങ്കിൽ ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കും. ഇങ്ങനെ ഒരു വിഷയം നടന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. എന്നെ ചീത്ത വിളിച്ചാലും ചിലപ്പം കേട്ടുണ്ടാക്കിയിരിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് പറയുമ്പോ അത് ഒരു അമ്മമാർക്ക് താങ്ങാൻ പറ്റത്തില്ല. എന്ത് പറയാം, ഇതിന്റെ അപ്പുറമൊന്നും പറയാൻ പറ്റില്ല. എനിക്കിപ്പോ ഒരാളുടെ ദേഷ്യമുണ്ട്, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വൈരാഗ്യം വെച്ച് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചീത്ത വിളിച്ചാലും ചിലപ്പോൾ വീഡിയോ ചെയ്തെന്ന് വരും. അന്നത്തെ കേസൊക്കെ എനിക്ക് അറിയാമല്ലോ. പക്ഷെ ഒരിക്കലും ഒരാളുടെ കുറവിനെയോ ഒരു സാഹചര്യത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കത്തില്ല. അങ്ങനെ സംസാരിച്ചാൽ അത് മനുഷ്യനല്ലേ, പറയാം. എന്തായാലും നീ റെക്കോർഡ് ചെയ്യാൻ നിൽക്കണ്ട, എടുത്ത് വേണ്ട ചുമ്മാ. ഞാൻ ഇടത്തില്ല. അല്ല, എന്റെ ഇത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാൻ പിന്നെ ഇടുവാണെങ്കിലേ, ഇതിപ്പോ കണ്ടപ്പോ അതാണ് ഞാൻ ചോദിക്കായിരുന്നത്. നീ ചോദിച്ചതാ, ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ വിളിച്ചിട്ടുണ്ടോ? 1-2 വിളിച്ചാ ഫോണൊന്നും എടുത്തില്ല. ഞാൻ പോട്ട് ഇത് ഈ കേസ് തന്നെ ആയിരിക്കും, അതൊന്നാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ. എന്തായാലും ഇനി ഇത് ഓർത്ത് ഇന്ന് വെറുതെ ഇതാവണ്ട, അത് വിട്. ഓരോ ഇത് അതിൽ ഞാനും തനുജ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് തിരിച്ച് കുറ്റം പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അതിലും ഏറ്റവും കൂടുതൽ ഇതായതെന്തെന്ന് പറയാമോ, മറ്റവര് ഇരുന്ന് കണകുണാന്ന് എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഉടനെ തനുജ എല്ലാം തലയാട്ടി വിട്ട് കൈ ഇട്ട് കൊടുക്കുക. എന്ത് സ്വഭാവമാണ്. ഞാൻ എന്തിനാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയും, വല്ലതും ഉണ്ടെങ്കിൽ പറ. അല്ലാതെ ഇങ്ങനത്തെ കാര്യം ഫോക്കസ് ചെയ്ത് പറയണ്ടെന്ന് ഞാൻ സ്പോട്ടിൽ പറയുന്നു. അത് ഏതും മനുഷ്യനായാലും ഞാൻ അത് പറയും. അല്ല, ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഈ ചില യൂട്യൂബേഴ്സ് നമ്മളിപ്പോ എല്ലാവർക്കും ഒരു പക്ഷം ഈ വളർന്നു വരുന്നവരെ ആണെങ്കിൽ പോലും കരകയറ്റാനേ നോക്കിയിട്ടുള്ളായിരുന്നു. എന്നിട്ട് അവരെ തന്നെ ചിലപ്പോ നമുക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് ഇവിടെ യൂട്യൂബ് ചാനൽ എന്റെ അടുത്ത് ഒന്ന് സഹായം ചോദിച്ചാൽ എനിക്കറിയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. അത് തന്നെയാണ് ഞാൻ അവിടെ ചെയ്തത്. സത്യമാണ്, മണ്ടത്തനമാണ് ഞാൻ ചെയ്തത്. വേണ്ടായിരുന്നു. എന്തിന് ഞാനൊന്നും പറയാനില്ല. പറയാൻ വന്നു കഴിഞ്ഞാൽ ചുമ്മാ വരെ കൂടെ. അല്ല, അതിലെ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഇതുകൂട്ടൊക്കെ യൂട്യൂബിന്റെ ഒക്കെ ഹെൽപ്പ് ചെയ്തോണ്ട് നമ്മൾ വന്ന വഴി മറന്നിട്ടില്ല. പക്ഷെ അവര് തന്നെ നാളെ നമ്മളെ ഇപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ഇപ്പൊ തിരിച്ച് നമുക്കാണെങ്കിലും കിട്ടുന്ന ഒരു കാര്യം തന്നെ. ഇതെല്ലാം ഒരാൾ തന്നെ, ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത ഒരാൾ തന്നെ എനിക്ക് തിരിച്ചിട്ട് എന്നെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം, നമ്മൾ യൂട്യൂബിലായാലും എന്തോന്നിലായാലും വീഡിയോ ഇടുമ്പോൾ നമുക്ക് വിമർശനങ്ങൾ വരും. അത് താങ്ങാൻ പറ്റുമെങ്കിൽ നിൽക്കണം, അല്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കില്ല. പിന്നെ ഇത് നമുക്ക് ഇപ്പൊ എനിക്ക് വന്നത് ഒരു വിമർശനമല്ല,
മനസ്സിലായ? എനിക്കെതിരെ വന്ന വിമർശനമല്ല, വിമർശനം ഒരു ചീത്ത വിളിച്ചിട്ട് എന്താങ്ങി നിനക്ക് അറിഞ്ഞൂടാ. മറ്റേ മല്ലുകാമിയുടെ കേസൊക്കെ എനിക്ക് ഒരു വിഷയമില്ല. അന്ന് നീ വിളിച്ച സമയത്തൊക്കെ നിനക്ക് അറിഞ്ഞൂടാ, എനിക്കൊരു വിഷയമേ ഇല്ലായിരുന്നു. പക്ഷെ ഇത് അതുപോലെ ഇത് ഭയങ്കര മോശമാണ് ഈ സംസാരിച്ചത്. മനസ്സിലായി? എന്തേലും ആവട്ടെ, ഇത് തേങ്ങയെങ്കിലും ആവട്ടെ, ഞാൻ ഇതിന്റെ പിന്നാലെ വിട്ട് ഞാൻ ജസ്റ്റ് സുതിമോൾ എന്റെ അടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, സുതിമോളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അവര് കണ്ടപ്പോ ഇങ്ങനെ ഇഷ്യൂ നടന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ അഭിപ്രായം പറഞ്ഞു. അത് വളരെ മാന്യമായിട്ട് രീതി പറഞ്ഞിട്ടാണ് ഇമ്മാതിരി പരിപാടി കാണിച്ചത്. അല്ല ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ പരമാവധി ആൾക്കാർ ഇപ്പൊ ഇത് ചോദിച്ചുകൊണ്ട് വരും, ചിലവര് പരിചയപ്പെടാൻ തുടങ്ങും. വീഡിയോ ചെയ്യാതിരുന്നാ മതിയായിരുന്നു. അല്ല ബ്രോ, പരമാവധി ശരിയാ വിട്ട് കളയുന്നത് നല്ലത്. ഇപ്പം കൊറേ ഫേക്ക് ടീംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനിടയ്ക്ക് അവര് ഇതിന്റെ ഇടയിൽ വന്നിട്ട് കുറെ കളിക്കാനൊക്കെ ചോദിക്കും. ചിലവരൊക്കെ പേഴ്സണലി ഇങ്ങനെ മെസ്സേജ് കിടന്നിട്ടുള്ള കളികള് അതൊക്കെ അവിടെ കിടന്ന് കളിയിട്ട് നമുക്ക് മനുഷ്യത്വം ഇല്ലാത്ത ടീംസ് എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി കണ്ടപ്പോഴേ. അത് പോട്ടെ, എന്നാലും വീട് ശരി ബ്രോ. എന്നാ ശരിയടാ, എനിക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ പിന്നെ വൈകിട്ടായിട്ട് വിളിക്കാൻ നിന്നെ. ഓ ശരി എന്നാ, ശരി 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 ശരി. കണ്ടന്റ് ആയിരുന്നല്ലേ? കണ്ടന്റ് ഇട്ട് ഉറക്കമൊന്നും ഇല്ലല്ലേ? ഞാൻ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നടാ. ഇരുന്നപ്പോഴാണ് ഈ സംഭവം ഞാൻ ലൈവ് കണ്ടത്. പിന്നെ വിചാരിച്ചു ഇനി വൈകിട്ടായിട്ട് നോക്കാന്ന് തോന്നി. നിങ്ങൾക്ക് ഈ വോയിസ് കേട്ടിട്ട് എന്ത് തോന്നുന്നു? സത്യത്തിലാ ഈ മോണിറ്റൈസേഷനും ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുത്തത് അവനാ. സത്യം പറഞ്ഞാല എല്ലാ കാര്യത്തിലും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഈ വിഷയത്തിലാ. പണ്ട് ഈ ഷഫീന ബീബി ആയിട്ടുള്ള വിഷയത്തിലാ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് തനുജയെ സപ്പോർട്ട് ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ. അന്ന് ഷഫീന ബീബി ഇവനോട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി ആ ചേച്ചി എന്നോട് പറഞ്ഞു. അതിന്റെ ഫലമാണ് ഇവനിപ്പോൾ അനുഭവിക്കുന്നത്, ഇവരെ തിരിഞ്ഞു കുത്തുന്ന നിലവാന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിന്ധു എന്ന് പറഞ്ഞൊരു ചേച്ചി എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഫുൾ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴാണ് ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കിത് ഇടാൻ തോന്നിയത്. സത്യത്തിൽ എന്തായാലും നല്ല കാര്യം തന്നെ. ഒന്ന് വെച്ചാൽ നീ കുറച്ചെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പഠിക്കണമായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഇപ്പം മൊത്തം മോശമായിട്ടുള്ള രീതിയിലാണ്. ഒരാളൊക്കെ മരിച്ചു പോകുമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതുപോലെ വോയിസാണ്, അന്നത്തെ വോയിസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.